ഇതിങ്ങനെ കറക്കിയിട്ട് ഇതിങ്ങനെ ബാലൻസ് ചെയ്യാൻ ഒരു കഴിവ് വേണം. ശരിയല്ലേ? അതുപോലെ ഒരു തങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണിച്ചു തരാം. ഒന്ന് കണ്ടു നോക്കിയേ. ഇങ്ങോട്ട് ശ്രദ്ധിക്കണ്ട, താഴോട്ട് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നൂറെ ഹബീബ് എന്ന് പറയുന്ന തങ്ങളെ കുറിച്ചിട്ടാണ്. ആ ഒരു മജ്‌ലിസിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ഞാൻ കണ്ടെടുത്തോളം ഇത്രത്തോളം വിമർശനം ഏറ്റ ഒരാൾ തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അത്രയും വിമർശനങ്ങൾ ഏറ്റ ഒരു വ്യക്തിയാണ് നൂറെ ഹബീബ് എന്ന് പറയുന്ന ആ ഒരു മജ്‌ലിസ് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന നൂറെ ഹബീബ് എന്ന് പറയുന്ന ആറ്റക്കോയ തങ്ങൾ. ഓക്കെ. ഈ വ്യക്തിയുടെ ഒരു കഴിവ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ആൾക്കാരെ വശീകരിക്കുക, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് പണത്തെയൊക്കെ തട്ടിയെടുക്കുക എന്നുള്ള ഒരു കഴിവാണ് അദ്ദേഹത്തിന് ഉള്ളത്. അത് വെച്ച് അദ്ദേഹം നല്ല രീതിയിൽ ജീവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ മറ്റ് കൊടിമരത്തിന്റെ വിഷയം നിങ്ങൾ മുമ്പൊക്കെ കേട്ടതാണ്. കൊടിമരത്തിന്റെ അവരെ ചുറ്റുമായിട്ട് പണമിടാനുള്ള ഒരു ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എല്ലാവരും ആരാധിക്കുന്ന രൂപത്തിൽ അതിലേക്ക് പണമിട്ട് ആ ഒരു വിഷയം വന്നു. അതിനു മുമ്പായിട്ട് അദ്ദേഹം ലൈവിലൂടെ യാസീൻ ഓതാൻ അറിയാതെ അദ്ദേഹം പഴച്ചു പോകുന്ന വീഡിയോയും നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ലൈവിൽ ഉപ്പാക്കും ഉമ്മാക്കുമ്പോഴൊക്കെ വിളിക്കുന്ന വിഷയങ്ങളും നമ്മൾ കേട്ടതാണ്. ഇതൊക്കെ കേട്ടിട്ട് പോലും അദ്ദേഹത്തിനെ തന്നെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതായ നൂറെ ഹബീബിന്റെ മുത്തുമണികളായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കേണ്ട വിഷയമുണ്ട്. ഒരിക്കലും നിങ്ങൾ ആഖിറത്തിൽ ഈ ഒരു വിഷയം ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇവിടെ നൂറെ ഹബീബ് എന്ന് പറയുന്ന തങ്ങളല്ല ഇവിടെ യഥാർത്ഥമായിട്ട് നമുക്ക് വേണ്ടത്. അള്ളാഹുമായിട്ടുള്ള അടുപ്പമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പിന്നിൽ പോകാതിരിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനും ഉണർത്താനുമുള്ളത്. ഇതിനെ പറ്റിയിട്ട് പല ആൾക്കാർ പല ഉസ്താദന്മാർ വീഡിയോ ചെയ്തിട്ട് പോലും ഒരിക്കലും നിങ്ങൾ അതിനെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയമായിട്ട് ഉള്ളത്. ഞാൻ പറയുന്നില്ല ഓൺലൈൻ മജ്‌ലിസ് എല്ലാം തെറ്റായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല. നല്ല രീതിയിലുള്ള ഓൺലൈൻ മജ്‌ലിസുകളും നേതൃത്വം വഹിക്കുന്നതായ ആൾക്കാരുമുണ്ട്. പണം ലക്ഷ്യം വെക്കാതെ ഓൺലൈൻ മജ്‌ലിസ് നടത്തുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും ഇത്തരത്തിലുള്ള പണത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഓൺലൈൻ മജ്‌ലിസ് നടത്തുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഇത് നിർത്തിവെക്കുക. ഒരു മജ്‌ലിസിന്റെ അകത്ത് ഈ അടുത്തായിട്ട് എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് അതേപോലെ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. ഇവിടുണ്ടോ അമ്മമാരും ചേച്ചിമാരും? ഇവിടുണ്ടോ? ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ, നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതട്ടെ.